നല്ല കപ്പയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അരിപ്പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മട്ടൻ ബോട്ടി ഫ്രൈ റെഡിയാക്കിയാലോ. ഇതിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ മെയിൻ. ഇനി നമുക്കിതിൻ്റെ മസാല ചേർക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് മാറ്റി വെക്കുക. ശേഷം കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 4-5 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി 2 വലിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുക്കർ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മട്ടൻ ബോട്ടി ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് 10-15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. മൂടി മാറ്റിയ ശേഷം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നല്ല അടിപൊളി സ്വാദിഷ്ടമായ മട്ടൻ ബോട്ടി റോസ്റ്റ് റെഡി. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ.